നീറ്റ് ജെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു സാധ്യതയും അതിന്റെ ഒരു ആധികാരികതയും വിളിച്ചോതുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഡോക്ടർ മൂസിൻ ഫസ്വരി സാറെ ഞാൻ സ്വാഗതം ചെയ്യാണ്. വെൽക്കം സർ. ഓക്കെ, നൗഫൽ സാർ എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോ ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ ഇത് സ്റ്റുഡൻസ് ആണോ സാറേ, പാരന്റ്സ് അല്ലേ നമ്മുടെ മീറ്റിംഗിൽ ഇരിക്കണേ? പാരന്റ്സും കുട്ടികളും ഉണ്ട്, ഒന്നിച്ചാണ്. കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ചുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് നമ്മുടെ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തത്. ഇതിനു മുമ്പ് 10:30 തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും യാസിൻ സാറ് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും. അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ ഇനി സംസാരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ല നേരത്തെ യാസിൻ സാറും പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം ഞാൻ എന്തൊക്കെയാണ് യാസിൻ സാറ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ചിലതൊക്കെ ഞാൻ ചിലപ്പോൾ ഒരു ആവർത്തനം ആയിട്ട് വരും. നിങ്ങൾക്ക് അതിലൊന്നും ബുദ്ധിമുട്ട് വിചാരിക്കരുത്. സാർ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിവേ, 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് നീറ്റ് JEE എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന്റെ ഇമ്പോർട്ടൻസ് എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ശ്രമം മാത്രമായിരിക്കും. എന്താണ് ഇതിന്റെ ആവശ്യകത എന്ന് പൂർണ്ണമായി പറഞ്ഞു മനസ്സിലാക്കി തരാനുള്ള സമയം ചിലപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കി നിങ്ങൾ നന്നായി അത് കലക്കിയെടുത്ത് ചിന്തിച്ച് അതിന്റെ വരുംവരായ്മകളൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊന്ന് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിൽ പോയി. അപ്പൊ അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ JEE ഇപ്പൊ കഴിഞ്ഞ സെഷൻ 1 ജനുവരിയിൽ കഴിഞ്ഞ JEE സെഷൻ 1ന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തല മുതൽ മറ്റേ തല വരെ, ഇത് എന്റെ ഫീൽഡ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അത് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പൊ നിങ്ങളൊരു ചിക്കൻ സ്റ്റാൾ നടത്തുന്ന ആളാണെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോകുമ്പോൾ അവിടെ ചിക്കൻ സ്റ്റാളിൽ അവിടെ കോഴീന്റെ വില എത്രയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. കാര്യം എന്താ, നമ്മുടെ കടയിലുള്ളതിനേക്കാൾ കൂടുതലാണോ കുറവാണോ, ഇവിടെ തിരക്കുണ്ടോ, അത് നിങ്ങളുടെ ഏരിയ അതായതുകൊണ്ടാണ്. ബാക്കിയുള്ളവർ ചിലപ്പോൾ അവിടുത്തെ കോഴീന്റെ വില ശ്രദ്ധിച്ചോളണമെന്നില്ല. എന്റെ ഏരിയ നീറ്റ് JEE ആണ്. ഒരു 9 വർഷമായിട്ട് നീറ്റിനെ കുറിച്ചും JEE കുറിച്ചുമാണ് ഞാൻ ഉറക്കത്തിൽ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ JEEയുടെ റിസൾട്ട് എന്ന് കാണുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്റെ കണ്ണതിൽ ഉടക്കും. അപ്പൊ അവിടെ ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ മുക്കിനും മൂലയിലും ഒരുപാട് സെന്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ അവരുടെ JEEയുടെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്ത റിസൾട്ടുകളിൽ 96, 95, 94, 89 ഇത്രയൊക്കെയാണ് ശതമാനം അവർ മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടിയ ആ ഒരു റിസൾട്ടിന്റെ 7 അയലത്ത് ആ റിസൾട്ടുകൾ എത്തി നിൽക്കുന്നില്ല. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അതിനെക്കുറിച്ചല്ല ഞാനിപ്പോ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ആ റിസൾട്ടിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ഒരു പരസ്യമുണ്ട്. അഡ്മിഷൻ കണ്ടിന്യൂസ് ഫോർ 8th സ്റ്റാൻഡേർഡ്. 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നടക്കുന്നു. JEEയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുന്നത് 8ാം ക്ലാസ്സിലേക്കാണ്. 8, 9, 10 +1 +2 5 കൊല്ലത്തെ കോഴ്സ്. അത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കോഴ്സ്. ഇനി ചെയ്യാൻ ബാക്കിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ബാക്കി എല്ലായിടത്തും അങ്ങനെ കയറി വരാൻ തുടങ്ങി. +2 കഴിഞ്ഞ ഉടനെ തന്നെ എൻട്രൻസ് കിട്ടുക എന്നത് കേരളമല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നോർമലായി തുടങ്ങി. കേരളത്തിൽ ഒരു പരിധി വരെ എൻട്രൻസ് കോച്ചിങ് സെന്ററുകാർക്ക് അതിലൊരു റോൾ ഉണ്ട് കേട്ടോ. അത് ഞാൻ അടക്കമുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററുകാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വിട്ട് എന്താണ് ആ റോള്? +2 കഴിഞ്ഞ് 1 കൊല്ലം റിപ്പീറ്റ് ചെയ്താലേ എൻട്രൻസ് കിട്ടുള്ളൂ എന്നുള്ള ഒരു മിഥ്യാധാരണ കുട്ടികൾക്കിടയിൽ കുത്തിവെച്ചത് ഒരു പരിധി വരെ എൻട്രൻസ് കോച്ചിങ് സെന്ററുകാർ തന്നെയാണ്. എന്താ ഗുണം? +1ലും +2ലും ട്യൂഷന്റെ ഫീസ് എന്ന് പറഞ്ഞ് പൈസ വാങ്ങാം. +2 കഴിഞ്ഞ് ഒരു 1.5 ലക്ഷം രൂപ കോഴ്സ് ഫീസ് വേറെ വാങ്ങാം. 1.5 ലക്ഷം രൂപ ഹോസ്റ്റൽ ഫീസ് വാങ്ങാം. ഒരു 3 ലക്ഷം രൂപ ഒരു കൊല്ലം കൊണ്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങും. നിങ്ങളെല്ലാവരും ചിലപ്പോ വിചാരിക്കുന്നുണ്ടാകും സത്യമാണ്, അധ്യാപകരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വലിയ സേവനമാണ്, അത് വലിയൊരു സ്നേഹമാണ്, കുട്ടികളോട് ചെയ്യുന്ന ഒരു ധർമ്മമാണ് എന്ന് കരുതി അധ്യാപകൻ ഒരു കുടുംബം ഉണ്ടാകും. ആ കുടുംബത്തിൽ സ്നേഹം
കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കുമ്പോൾ നമ്മൾ അരി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ആ അധ്യാപകൻ എന്തെങ്കിലും സാമ്പത്തികമായ ഒരു നേട്ടവും കൂടി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നുണ്ടാവും. അതിന്റെ ഒരു മറുവശമായിട്ടാണ് ഒരുപാട് സെന്ററുകാര് ഭയങ്കര ഗംഭീരമായിട്ട് എൻട്രൻസ് കോച്ചിങ്, റിപ്പീറ്റേഴ്സ് ബാച്ച് ഞാനടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ പക്ഷെ സെലക്ടഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതല്ലാതെ 12,000 14,000 കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടാകും. ഒരാളെയും ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം ആ കാണുന്ന ആളുകളൊക്കെ എൻട്രൻസ് കിട്ടണം എന്ന ആഗ്രഹത്തോടെ പഠിക്കാൻ വന്നവർ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ 5-6 വർഷത്തിന് ശേഷം തുടങ്ങുന്ന പ്രിപ്പറേഷൻ ഇപ്പൊ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭമുണ്ട്. അത് കേരളം തിരിച്ചറിഞ്ഞു വരുന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഹൃദയം കൊണ്ടൊന്ന് ആവാഹിച്ചെടുക്കണേ. അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ 85% സീറ്റുകൾ മലയാളികൾക്ക് റിസർവ്ഡ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ആ 85% സീറ്റുകളിലും മലയാളികൾ ഇരിക്കുന്നത്. ആ റിസർവേഷൻ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നോ ഹിന്ദിക്കാരന്റെ മുമ്പിൽ പോയി അസുഖം പറയേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉടലെടുത്തേനെ. അത്രയധികം ഗംഭീരമായ പ്രിപ്പറേഷനാണ് നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. രാജസ്ഥാനിൽ മാത്രം കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അലൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് 211 പേരാണ്, ഞാനടക്കം. അതിലൊരു 100 പേരെങ്കിലും മിനിമം അലൻ കോട്ട എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. 40,000 വിദ്യാർത്ഥികളാണ് ഒരു വർഷം അലൻ കോട്ടയിൽ പഠിച്ചിറങ്ങുന്നത്. എന്തിനു വേണ്ടി അവർ പഠിക്കുന്നത്? നീറ്റും ജെഇയും. എന്തൊക്കെ കോഴ്സുകൾ നമ്മുടെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും, ഏതൊക്കെ പുതിയ കോഴ്സുകൾ വന്നാലും, ഓരോ കോഴ്സിന്റെയും സ്കോപ്പുകൾ വന്നാലും, നിലനിൽക്കുന്ന അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കോഴ്സ് എന്ന രൂപത്തിൽ തന്നെയാണ് ഇന്നും നമ്മൾ എൻട്രൻസ് മേഖലയെ നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ ഭയങ്കര സംഭവമായിട്ട് വന്നു. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് സ്കോപ്പുകൾ, ഒരുപാട് കോഴ്സുകൾ. 10 കൊല്ലങ്ങൾക്ക് ഇപ്പുറം നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കുക. അന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഇന്ന് അതിന്റെ ജോലി സാധ്യത അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സാലറി എത്രത്തോളം ഉണ്ട്? ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ. പക്ഷെ അന്നും ഇന്നും 30 കൊല്ലങ്ങൾക്ക് മുമ്പും 30 കൊല്ലങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി നല്ല രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു കോഴ്സ് തന്നെ ആയിരിക്കും എക്കാലത്തും എൻട്രൻസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന പ്രൊഫഷണൽ ഡിഗ്രികൾ. അതുകൊണ്ടാണല്ലോ ആ ഒരു ഫീൽഡിൽ ഇത്രയും കോമ്പറ്റീഷനും ഉടലെടുക്കുന്നത്. 1.25 ലക്ഷം കുട്ടികൾ കേരളത്തിൽ പരീക്ഷ എഴുതുന്നതിൽ 3000 പേരാണ് ഗവൺമെന്റിന്റെ എൻട്രൻസ് സീറ്റുകളിൽ MBBS പഠിക്കുന്നത്. 20,000 പേരാണ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത്. എഞ്ചിനീയറിംഗ് നേരത്തെ യാസീൻ സാറിന്റെ പ്രസംഗത്തിന്റെ സംസാരത്തിന്റെ അവസാനത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ കേട്ടു, എഞ്ചിനീയറിംഗിന് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് എഞ്ചിനീയർ അത് ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ടല്ലോ. അങ്ങനെയല്ല എഞ്ചിനീയർമാര്. IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു എഞ്ചിനീയർക്ക് കിട്ടുന്ന മിനിമം സാലറി 22 ലക്ഷമാണ്. പെർ ആനം മിനിമം സാലറി 22 ലക്ഷമാണ്. ഒരു ക്യാമ്പസിൽ നിന്ന് നിങ്ങളുടെ കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 9, 10, +1, +2 കഴിഞ്ഞ് നേരെ IIT പോലെയുള്ള ഒരു ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ വെറും 4 വർഷം പഠനം. 4ാമത്തെ വർഷത്തിന്റെ പഠനത്തിന്റെ പര്യവസാനത്തിൽ ഏതെങ്കിലും ഒരു കമ്പനി കോളേജിൽ വന്നിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് അവിടെയുള്ള കുട്ടികളെ മുഴുവനും അവിടെ നിന്ന് എന്നെ കൊണ്ടുപോവുകയാണ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ്. ഇനി അത് വേണ്ടേ, സ്വന്തമായിട്ടൊരു പരിപാടി തുടങ്ങാനാണോ? ഇറ്റ്സ് യുവർ ചോയ്സ്. അതും നടക്കും. 22 ലക്ഷമാണ് കഴിഞ്ഞ വർഷം മദ്രാസ് IIT-യിൽ അവസാനത്തെ ഇന്റർവ്യൂ ലഭിച്ച കുട്ടിക്ക് കമ്പനി കൊടുത്ത സാലറി 22 lakhs. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ കുട്ടി ഒരു എഞ്ചിനീയർ ആണ് എന്ന് പറയുമ്പോൾ സോഷ്യലി തരം തള്ളപ്പെടുമെന്ന്? ഇല്ല. നിങ്ങളുടെ കുട്ടി ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളിലുണ്ട്. നിങ്ങളുടെ പേരിന് മുമ്പ് DR എന്ന് ചേർക്കണമെന്നും AR എന്ന് ചേർക്കണമെന്നും പ്രിഫിക്സും സഫിക്സും ഒക്കെ ചേർക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും. അതിനി എത്ര കാലം കാത്തിരിക്കണം? ഞാൻ നിങ്ങളോട് പറയുന്നു, അതിന് നിങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമുണ്ട്, സാറേ ഓക്കെ കാത്തിരിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരില്ലേ?
ഈ 9ാം ക്ലാസ്സിൽ ഞങ്ങൾ ഇത്രയും ഭാരം ചുമക്കുന്നതിനേക്കാൾ നല്ലത് +2 കഴിഞ്ഞിട്ട് ഇനി ഒരു കൊല്ലം അതിനു വേണ്ടി മാറ്റി വെക്കുന്നതല്ലേ? അല്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു 9 കൊല്ലമായി ഞാൻ എൻട്രൻസിന് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോ വയസ്സ് 29 ആണ്. 20ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഏർപ്പാടാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ 9 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന്, അത് വലിയ എക്സ്പീരിയൻസ് അല്ല, ചെറിയ എക്സ്പീരിയൻസ്, പക്ഷെ 29 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ കണ്ണി കാണുമ്പോൾ 9 കൊല്ലമല്ലേ ഉള്ളൂ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എനിക്കത് അങ്ങനെയല്ല. ഈ 9 കൊല്ലം കൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുണ്ട്. ആ ടോപ്പിക്കിന്റെ നിങ്ങളുടെ കുട്ടി എൻട്രൻസ് കിട്ടാൻ വേണ്ടി പഠിക്കേണ്ട ടോട്ടൽ എമൗണ്ടിന്റെ 40% 10ാം ക്ലാസ്സിന്റെ താഴെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. 40%. 40% ചെറുതാണോ? ടോട്ടൽ സിലബസിന്റെ 40%ഉം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്, പഠിക്കുന്ന കാര്യങ്ങളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വിശ്വസിച്ചാലും അതെ, വിശ്വസിച്ചില്ലെങ്കിലും അതെ, ഞാൻ ഒരു സത്യം പറഞ്ഞു, സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും നിങ്ങളുടെ ഇഷ്ടമാണ്. ബാക്കിയുള്ള 60% ഉണ്ടല്ലോ. അപ്പൊ സാറേ, ബാക്കി 60% ഞങ്ങൾ +1ലും +2ലും ഉണ്ടാക്കണമായിരിക്കും അല്ലെ? അത് നിങ്ങൾ +1ലും +2ലും ഉണ്ടാക്കണം എന്നത് സത്യമാണ്. പക്ഷെ ആ 60% നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, ഒരു മത്സര പരീക്ഷയാണല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഫുൾ സബ്ജക്റ്റുകളും നല്ല ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫുൾ A+ കിട്ടും, നാട്ടിൽ ഫ്ലെക്സ് വെക്കും, പൂമാല വരും, ട്രോഫി വരും, എല്ലാ കാര്യങ്ങളും, അലമാര നിറയും, എല്ലാം സെറ്റാണ്. പക്ഷെ എൻട്രൻസ് അങ്ങനെയല്ല. നിങ്ങളുടെ കുട്ടി പഠിച്ചാൽ മാത്രം പോരാ, ബാക്കിയുള്ളവരെക്കാൾ പഠിക്കണം. ഹലോ, നിങ്ങളുടെ കുട്ടി പഠിച്ചാൽ മാത്രം പോരാ, ബാക്കി. ഞാൻ ഇന്ന് മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ വൈകിയത്, ഇന്ന് ഇവിടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ഞാനിതേ 9 മണി മുതൽ 10:45 വരെ ഒരു ക്ലാസ്സിൽ കയറി കുട്ടികളോട് സംസാരിച്ചിട്ട് പുറത്തിറങ്ങാം. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, മക്കളെ, നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടാൻ 2 വഴിയുണ്ട്. ഒന്നാമത്തെ വഴി, നിങ്ങൾ നന്നായി പഠിക്കുക, ബാക്കിയുള്ളവരെക്കാൾ നിങ്ങൾ നന്നായി പഠിക്കുക. രണ്ടാമത്തെ വഴി, ബാക്കിയുള്ള കേരളത്തിലെ എല്ലാവരും നിങ്ങളെക്കാൾ പഠിക്കാതിരിക്കുക, വിച്ച് ഈസ് ഇമ്പോസിബിൾ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവർ പഠിക്കാതിരിക്കുക എന്നുള്ളത് എന്റെ അടിയിൽ വരുന്ന കാര്യമാണോ? അല്ലല്ലോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളവരെക്കാൾ പഠിക്കാൻ പറ്റും. അതെപ്പോഴാ പഠിക്കുക? +1ലാണോ? +1ൽ ബാക്കിയുള്ളവർ പഠിക്കുന്നില്ലേ? +2ലാണോ? +2ൽ ബാക്കിയുള്ളവർ പഠിക്കുന്നില്ലേ? റിപ്പീറ്റ് ചെയ്യുമ്പോഴാണോ? അപ്പോഴും എല്ലാവരും പഠിക്കുന്നില്ലേ? നീ വ്യത്യസ്തനാകുന്നത് എവിടെയാണ്? എല്ലാവരും പഠിക്കുന്ന രൂപത്തിൽ +1ൽ ഞാൻ പഠിക്കുന്നു, എല്ലാവരും പഠിക്കുന്ന പോലെ +2ൽ ഞാൻ പഠിക്കുന്നു, എല്ലാവരും പഠിക്കുന്ന പോലെ റിപ്പീറ്റും ഞാൻ ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും എൻട്രൻസ് കിട്ടാത്തതുപോലെ ഞാനും കിട്ടാതെ പോകുന്നു എന്നതായിരിക്കും അതിന്റെ റിസൾട്ട്. നീ വ്യത്യസ്തനാകുന്നത് നിന്റെ പ്രിപ്പറേഷൻ ഇപ്പൊ തുടങ്ങുമ്പോഴാണ്. ഇപ്പോ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാവി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നാളെ, മറ്റന്നാളെ, അടുത്ത കൊല്ലം, ഈ സാധനമാണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശാപം. ഒരു കുട്ടിയോട് നമ്മൾ വിളിച്ചിരുത്തിട്ട്, മോനെ പഠിക്കണ്ടേ? ആ പഠിക്കണം സാർ. എന്നിട്ട് പഠനം തുടങ്ങണേ? ഓൻ പറയും നാളെ. നാളെ തുടങ്ങും. എവിടെ നാളെ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് പിന്നെ അവരോട് എന്നാ മോനെ പഠനം തുടങ്ങണേ? അപ്പോഴും ഓൻ പറയും നാളെ. ചില രക്ഷിതാക്കൾ അങ്ങനെയാണ്, അവനെ കോച്ചിങ്ങിന് വിടണ്ടേ? ആ വിടണം. എപ്പോഴാ വിടണേ? അടുത്ത കൊല്ലം. അടുത്ത കൊല്ലം ആയാൽ പറയും നീ എന്തായാലും ഇവിടെ എത്തില്ല, ഇനി അടുത്ത കൊല്ലം. ഇത് തിരിച്ചറിഞ്ഞ് ഇപ്പൊ പണി തുടങ്ങുന്നു, നിങ്ങൾ വ്യത്യസ്തരാകും. തീർച്ചയായിട്ടും നിങ്ങൾ വ്യത്യസ്തരാകും. ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നവർക്ക് മാത്രമുള്ളതാണ് എൻട്രൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കോമ്പറ്റീറ്റീവ് പരീക്ഷയാണ്. നിനക്ക് കിട്ടിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർക്ക് കിട്ടാതാവുക കൂടി വേണം. ഐ മീൻ, ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ റാങ്കിൽ വരുമ്പോഴേ നിന്റെ നാട്ടിൽ ഫ്ലക്സും പൊങ്ങി വീട്ടിലേക്ക് ഏത് വരുള്ളൂ? ട്രോഫി വരുള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കണ പോലെ നീ പഠിച്ചാൽ മാത്രം പോരാ, ആ പഠനം ബാക്കിയുള്ളവന്റെ മുകളിലാവണം. അതാണ് കോമ്പറ്റീറ്റീവ് എക്സാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും എൻട്രൻസ് കിട്ടിയാൽ, എൻട്രൻസ് കിട്ടാനുള്ളതിന്റെ 4/1 പണിയില്ല. മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാനും എഞ്ചിനീയറിംഗ് കോളേജിൽ BTech പഠിക്കാനും 4/1 പ്രയാസമില്ല. അതുകൊണ്ട് പൊന്നുമക്കളെ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ CM അക്കാഡമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാണ്. ഞങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് +1 മുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് എനിക്ക് പറയാം, നിങ്ങൾ ഇപ്പൊ അടങ്ങിയിരുന്നോന്ന്. ഏത്? നിങ്ങളിപ്പോ ജോയിൻ ചെയ്യണ്ട,
നിങ്ങൾ +1 എന്റെ അടുത്തേക്ക് പോര്, എന്നിട്ട് +2 പഠിച്ച് ഒരു കൊല്ലം റിപ്പീറ്റും ചെയ്യ്. സാമ്പത്തികമായി ഫിനാൻഷ്യലി എനിക്കതാണ് ലാഭം. പക്ഷെ ഞാൻ ചെയ്യുന്ന അധ്യാപക വൃത്തിയോട് ഒരു തരി മാന്യതയും ഒരു തരി ബഹുമാനവും എനിക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങളെ വഴിപിഴപ്പിക്കില്ല. എന്റെ മുന്നിൽ ഇന്ന് പഠിക്കുന്ന കുട്ടിയെ 8ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ അന്ന് അവനോട് പറഞ്ഞിരുന്നേനെ, മോനെ നീ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. അന്ന് അവനെ ഞാൻ കണ്ടില്ല, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. ഇനി അവൻ എൻട്രൻസ് ഇട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മാത്രം ഞാൻ അവനോട് സംസാരിച്ചാൽ മതി. പക്ഷെ നിന്നെ ഞാൻ കാണുന്നത് 9ാം ക്ലാസ്സിൽ നിന്നാണ്. 9ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ ഞാൻ കാണുമ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, എൻട്രൻസ് കിട്ടാൻ നീ ഇപ്പൊ പണി തുടങ്ങിക്കോ. ലാഭം പലതുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗ്ലാമറസ് റിസൾട്ട്. കേരളത്തിൽ 1ാം റാങ്കുകാരൻ നീയാണെന്ന് പറയുന്നതിന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിനെന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒന്നുമില്ലല്ലോ. പറഞ്ഞാൽ ബുദ്ധിമുട്ടോ ഇല്ലല്ലോ. ഇനിയിപ്പോ കേരളത്തിൽ 1ാം റാങ്ക് ആയ നാട്ടുകാർ മുഴുവൻ കാണാൻ വരും, അപ്പൊ എനിക്ക് ഉറക്കം പോകുന്നുള്ള പ്രയാസം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വിട്ടേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ഡൽഹി എയിംസ് മെഡിക്കൽ കോളേജിലോ വെച്ച് MBBS പഠിക്കാൻ പറ്റും എന്നതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഡൽഹി എയിംസ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പൊന്നുമക്കളെ. ഏഷ്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജാണ് ഡൽഹി എയിംസ്. ഏഷ്യയിലെ നമ്പർ 1. ഏഷ്യ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏഷ്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജാണ് എയിംസ് ഡൽഹി. അവിടെയൊക്കെ പഠിച്ചാൽ 100 കുട്ടികളെ പഠിക്കുള്ളൂ ഒരു കൊല്ലം. 100 പേര് ഒരു കൊല്ലം 100 പേരെ ഡൽഹി എയിംസിലുള്ളൂ. 2000-ഓളം പേര് എയിംസുകളിലുണ്ട്. ഒരുപാട് എയിംസ് കോളേജുകളുണ്ട്. പക്ഷെ ഡൽഹി എയിംസിന്റെ വിശേഷം വേറെ തന്നെയാണ്. +2 കഴിഞ്ഞ് നേരെ ഡൽഹി എയിംസിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം വിഭാഗവും ഇപ്പോഴും +2 കഴിഞ്ഞ് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാര്. നല്ല വാർത്തയാണ്. ഞാൻ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഈ അടുത്ത് കോട്ടക്കൽ വെച്ച് പരിചയപ്പെട്ടു. എന്താ മോനെ പരിപാടി? ഞാൻ കോട്ടക്കൽ രാജാസ് സ്കൂളിൽ ഞാൻ സയൻസിന് പഠിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു കെമിസ്ട്രി അധ്യാപകനാണല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ അവന്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ നല്ലോണം പഠിക്കാൻ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അവനെ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയാൽ എനിക്ക് ഇവനെ വെച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കാമെന്ന ഒരു ബിസിനസ് കണ്ണോടെ ഞാൻ അവനെ നോക്കിയിട്ട് ഞാൻ അവനോട് പറയാണ്, CM അക്കാഡമി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മലപ്പുറത്ത്, നീ ഇങ്ങോട്ട് പോരും, നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴേ അവൻ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ +2 കഴിഞ്ഞ് ന്യൂയോർക്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ MBBS ജോയിൻ ചെയ്യാൻ പോവാണ്. ന്യൂയോർക്ക് എവിടെയാണ്? അമേരിക്കയിൽ. അല്ല മോനെ, അതിന്റെ പ്രൊസീജിയർ എനിക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് പരീക്ഷകളെ കുറിച്ച്, ആ പരീക്ഷകളുടെ സബ്ജക്റ്റിനെ കുറിച്ച്, അതിന് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച്, അതിന്റെ മിനിമം ക്രൈറ്റീരിയയെ കുറിച്ചൊക്കെ അവൻ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാ. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ആ പരീക്ഷ എഴുതാം. ആ കുട്ടി പരീക്ഷ എഴുതി അവന്റെ അഡ്മിഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവനിനി +2 ഇവിടെ നിന്ന് പാസ്സായി കിട്ടിയാൽ മതി. ഇക്വലന്റ് ആയിട്ടുള്ള ടെസ്റ്റ് പാസ്സായിട്ട് നേരെ പോയി ജോയിൻ ചെയ്യാം ന്യൂയോർക്കില്. അവിടെ നിന്ന് അത്രയും ഹൈലി പെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന ചെറിയ കുട്ടികൾ, ബാല്യം ഇന്ന് നമ്മുടെ നാടിന്റെ അനുഗ്രഹമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോ നീ നിന്റെ അയൽവാസിയെ കാണുന്നു, അവൻ കിടന്നുറങ്ങുന്നു. വലത്തോട്ട് നോക്കിയപ്പോ അപ്പുറത്തെ വീട്ടിൽ മൂത്താപ്പാന്റെ വീട്ടിൽ ഒരാളുണ്ട്, അവൻ 8ാം ക്ലാസ്സിലാണ്, അവന് പഠിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണേ ഇല്ല. ഇതല്ല നിന്റെ ലോകം. നീ ഒരു ഒട്ടക്കിണറ്റിലെ തവളയാകരുത്. ഒന്ന് ചാടിയിട്ട് കേരളം മൊത്തം ഒന്ന് തലകുടഞ്ഞു നോക്ക്. പലരും പല വിധത്തിൽ അവരുടെ ഭാവിയെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായി വരച്ചു വെച്ചിട്ടുണ്ട്. നീ അത് വരച്ചിട്ടുണ്ടോ? ചിലര് വരച്ചിട്ടുണ്ട്, ഓക്കെ സാറേ എനിക്ക് മെഡിക്കൽ ഡോക്ടർ ആവണം, അതിന് നീ എന്ത് ചെയ്തിട്ടുണ്ട്? യുവർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട്സ് നൗ. ഇപ്പൊ തുടങ്ങിയാൽ നീ ആഗ്രഹിച്ചിടത്തേക്ക് നിനക്ക് പെട്ടെന്ന് എത്താം. നിനക്ക് എൻട്രൻസ് കിട്ടുന്നത് 26ാമത്തെ വയസ്സിലാണെങ്കിലും എൻട്രൻസ് കിട്ടുന്നത് 20ാമത്തെ വയസ്സിലാണെങ്കിലും നിന്റെ ആയുസ് വരെ പോലെ ആയിരിക്കും. ഒന്ന് വിചാരിക്കരുത്, പറയാതെ നിവൃത്തിയില്ല, സത്യമാണ്. 20ാമത്തെ വയസ്സിൽ എൻട്രൻസ് കിട്ടിയവൻ പെട്ടെന്ന് മരിക്കുകയോ 26ാമത്തെ വയസ്സിൽ എൻട്രൻസ് കിട്ടിയവൻ കുറച്ച് സമയം എടുത്തേ മരിക്കുള്ളൂന്നൊന്നുമില്ല. ആയുസൊക്കെ ഏകദേശം തീരുമാനമാണ്. ആ സമയത്ത് നമ്മുടെ ലൈഫ് തീരും. ആ ഉള്ള ലൈഫിൽ കൂടുതൽ കാലം ഡോക്ടറായിട്ട് കഴിയണോ, ഡോക്ടർ അല്ലാതെ കഴിയണോ?
ഡോക്ടറായിട്ട് കഴിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സമയം നമുക്ക് ലാഭമാണ്, ഫിനാൻഷ്യലി നമുക്ക് ലാഭമാണ്. ഇപ്പോ നമ്മുടെ സ്കൂള് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അറിയാവുന്നവരാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് അവർ കോഴ്സുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ കോഴ്സുകൾക്ക് അതിനാനുപാതികമായിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ഞാൻ ഹൈലി സംതൃപ്തനാണ്. ആ ടീമിന്റെ കൂടെ നിൽക്കാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട്. അവരുടെ കൂടെ ഒന്നിച്ച് ഒരു പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ബേസ് നീറ്റ് ജെഇയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുമ്പോൾ അതിൽ ഭാഗവാക്കാകുമ്പോൾ ഞാനും കൂടി ഒന്നുകൂടെ പ്രൊഫഷണൽ ആകണം എന്നൊരു ഉദ്ദേശം എനിക്കുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ കൂടെ നല്ല രൂപത്തിൽ ക്ലാസ് കൊടുക്കാൻ പറ്റിയ അധ്യാപകരെ കൂടി കിട്ടിയാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. വളരെ തുച്ഛമായ ഫീസിന് നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, +2ന്റെ കൂടെ എൻട്രൻസ് കിട്ടിയാൽ, +2 കഴിഞ്ഞിട്ട് വരുന്ന ഭീമമായ ഫിനാൻഷ്യൽ എക്സ്പെൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 2 ലക്ഷം എന്നുള്ളതിന് ഒരു വില ഉണ്ടാകൂലായിരിക്കും. പക്ഷെ 2 ലക്ഷം വിലയുള്ള ഒരുപാട് പേര് ഇന്നും കേരളത്തിലുണ്ട്. അപ്പൊ ആ ബഹുഭൂരിപക്ഷത്തെ പരിഗണിച്ചിട്ട് ഞാൻ പറയാണ്, ഫിനാൻഷ്യലിയും നിങ്ങൾക്ക് ഇത് ഒരുപാട് ലാഭമാണ്. ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളുടെ കുട്ടി എൻട്രൻസ് എഴുതാൻ പോകുന്നത് 4 കൊല്ലത്തിനപ്പുറത്താണ് എന്നുള്ള തിരിച്ചറിവോടെ തന്നെയാണ്. ഇന്ന് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചെലവാണ് ഞാൻ ഈ പറഞ്ഞ 2 ലക്ഷം രൂപ. 4 കൊല്ലത്തിനപ്പുറത്ത് 2 ലക്ഷത്തിന്റെ കൂടെ ചിലത് കൂടി ആഡ് ചെയ്യേണ്ടി വരും. എന്താ പഠിപ്പിക്കണേ? എൻട്രൻസിന് വേറെ എന്തെങ്കിലും ആണോ പഠിപ്പിക്കണേ? അല്ല, 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള സാധനങ്ങളെ എൻട്രൻസിന്റെ പോയിന്റിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. എൻട്രൻസിന് 4 ഉത്തരം ഉണ്ടാകും. 1 തെറ്റ്, 2 പൊട്ടത്തെറ്റ്, 3 ശരി, 4 വളരെ ശരി. ഈ 4 ഉത്തരങ്ങളിൽ വളരെ ശരി എന്ന ഉത്തരമാണ് നമ്മൾ ബബിൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എൻട്രൻസിന് ഇപ്പൊ ഞാനിപ്പോ ക്ലാസ്സിൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. എടാ, നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന സാറിന്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഓപ്ഷൻ എ മുഹ്സിൻ. അപ്പൊ 1ാമത്തെ ഓപ്ഷൻ മാത്രം കാണുന്ന ആള് ഓക്കെ, മുഹ്സിൻ സാറാണല്ലോ ഞങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കണം, അവന് ആൻസർ എഴുതി കഴിഞ്ഞു. ഓപ്ഷൻ ബി മുഹമ്മദ് മുഹ്സിൻ, അത് മോർ കറക്റ്റ് ആൻസർ. അപ്പൊ കറക്റ്റ് അവന് ആൻസർ ചെയ്യേണ്ടിയിരുന്നത് ബി ആ, പക്ഷെ അവന് എ കുത്തിപ്പോയി. എന്താ കാര്യം? അവൻ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കോച്ചിങ് കിട്ടിയിട്ടില്ല. എൻട്രൻസ് ഉത്തരം അവന് അറിയാമായിരിക്കും, പക്ഷെ അതിന് എൻട്രൻസിന്റെ കണ്ണോടെ അവൻ ഇതുവരെ അതിനെ നോക്കി കണ്ടിട്ടില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കണ്ണുകളെ എൻട്രൻസിന്റെ ഒരു ആംഗിളിലൂടെ നോക്കാൻ പഠിപ്പിക്കലാണ് നമ്മുടെ കോച്ചിങ്ങിന്റെ അടിസ്ഥാനം എന്ന് വളരെ ചുരുങ്ങിയ ഭാഷയിൽ നമ്മുടെ കോച്ചിങ്ങിനെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. പഠിക്കുന്ന സാധനങ്ങളെ എൻട്രൻസിന്റെ ആംഗിളിൽ നിന്ന് നോക്കി കാണുക. ഒരു സാധനം പഠിക്കുമ്പോൾ ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ആവാം എന്നത് പഠിപ്പിക്കുക. സ്വാഭാവികമായിട്ടും 9ാം ക്ലാസ്സിലെ ഇതേ സബ്ജക്റ്റുകൾക്ക് ട്യൂഷന് പോകുന്നതിനേക്കാൾ നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ട്യൂഷൻ നിങ്ങൾ പോകാതിരിക്കാതെ നിങ്ങളുടെ വിഷയം. ഈ സബ്ജക്റ്റുകൾക്ക് ട്യൂഷന്റെ ഇക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഇനിയൊരു ട്യൂഷന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന രൂപത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിലൊരു ഗൈഡൻസ് കിട്ടും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് 4 സബ്ജക്റ്റ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും വളരെ പെർഫെക്റ്റ് ആയിട്ട് കുട്ടി പഠിച്ചിട്ടുണ്ടാകും. +1 ആവശ്യമുള്ളതിലേക്ക് ഒരു കല്ല് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് എറിഞ്ഞു വെക്കും. +1 എത്തിയിട്ട് ആ കല്ല് പെറുക്കാൻ ഞങ്ങൾ കുട്ടികളോട് ആവശ്യപ്പെടും. ഇന്ന് എറിഞ്ഞു വെച്ചാലേ അന്ന് പെറുക്കാൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനി CM അക്കാഡമി എന്ന സ്ഥാപനമാണ് ഈ പറഞ്ഞ സ്കൂളിനോട് കൂടെ ചേർന്നിട്ട് എൻട്രൻസ് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടീച്ചിങ് ഞങ്ങളുടെ അണ്ടറിലാണ് വരുന്നത്. ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു, എന്താണ് ഞങ്ങളുടെ ക്വാളിറ്റി, വളരെ ചുരുങ്ങിയ കാര്യത്തിൽ ഞാനത് പറയാം. ഈ നിൽക്കണ എന്നെ നിർത്തിയിട്ട് ഞാൻ കൊള്ളാം, ഞാൻ ഉഷാറാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ക്ലാസ് എടുക്കുന്ന അധ്യാപകരിൽ ഏറ്റവും കുറവ് എക്സ്പീരിയൻസ് ഉള്ളത് ഞാനാണ്. എന്റെ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞു 9 കൊല്ലമാണ്. ബാക്കിയുള്ളവരെല്ലാവരും എന്നെക്കാൾ നന്നായി പഠിപ്പിക്കാൻ അറിയാവുന്നവരാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻട്രൻസ് എഴുതിയിട്ട് ഡോക്ടറായ ആളാണ്. അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. അവരിൽ നിന്ന് ആരൊക്കെ എന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്താൽ ഗുണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിന് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പല സ്ഥാപനങ്ങളിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ 200-ഉം 300-ഉം മാത്രം 720-ൽ മാർക്ക് വാങ്ങിക്കൊണ്ടിരുന്ന മക്കൾ ഇവിടെ വന്ന് നമ്മുടെ കോച്ചിങ് പ്രോപ്പർ ആയിട്ട് കൊടുത്തപ്പോ 720-ലേക്ക് 690 മാർക്ക് 650 മാർക്ക് എന്ന റേഞ്ചിലേക്ക് സ്കോർ ചെയ്യുന്ന വിധത്തിലേക്ക് അവർ മാറിയത് നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി തന്നെയാണ്. കഴിഞ്ഞ ജനുവരിയിൽ ജെഇയുടെ സെഷൻ 1 എക്സാം നടന്നു. പെർസെന്റേജ് സ്കോറാണ്. ടോട്ടൽ എത്ര കുട്ടികൾ പരീക്ഷ എഴുതി?
അതിൽ ഒന്നാം റാങ്കുകാരന് 100%, അതിന്റെ താഴെയുള്ളവന് 99.9%, 99.8%, അങ്ങനെയാണ് സ്കോർ വരിക. CM അക്കാഡമിയുടെ വിദ്യാർത്ഥിക്ക് കിട്ടിയത് 99.4. 99.4 എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് ഇപ്പൊ CM അക്കാഡമി ഉള്ളത്. ഈ ജില്ലയിൽ വെച്ച് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളെക്കാളും മികച്ച സ്കോറാണ്. ഡിസ്ട്രിക്ട് ടോപ്പറായിട്ട് വന്നത് നമ്മുടെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഡിസ്ട്രിക്ട് ടോപ്പർ ആവുന്നത് നമ്മുടെ സ്റ്റുഡന്റ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇൻബോൺ ആയിട്ട് കുറച്ച് കഴിവുകൾ കൂടി ഉണ്ടാകും. നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ കുട്ടി ഇവിടെ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്, ആ കുട്ടി ഇവിടെ വന്നത് കുട്ടിയുടെ ഭാഗ്യമല്ല എന്നൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണമായ ധാരണ ഉണ്ട്. നല്ല പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയെ കിട്ടിയാൽ അത് ഞങ്ങളുടെ ഭാഗ്യമാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു പെർസെന്റേജ് വെച്ചിട്ട് നമ്മളിപ്പോ ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ എത്ര റിസൾട്ട് ഉണ്ട്, നീറ്റ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 4, അപ്പുറത്ത് വേറൊരു സ്ഥാപനമുണ്ട്, നീറ്റ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 10, മറ്റൊരു വേറെ സ്ഥാപനമുണ്ട്, നീറ്റ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 100. നമ്മൾ സ്വാഭാവികമായിട്ടും ഏത് സ്ഥാപനത്തെയാണ് നല്ലത് എന്ന് പറയാം? 100 കിട്ടിയ കുട്ടികൾ. 100 പേർക്ക് എൻട്രൻസ് കിട്ടിയിട്ടെങ്കിൽ ആ സ്ഥാപനം ഭയങ്കര മികച്ചതാണെന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ 100 പേർക്ക് എൻട്രൻസ് കിട്ടിയത് എത്ര പേരെ പഠിപ്പിച്ചിട്ടാണ് എന്നതുകൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. 10,000 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് 100 പേർക്ക് എൻട്രൻസ് കിട്ടിയതാണോ? 10 പേരെ പഠിപ്പിച്ചിട്ട് 4 പേർക്ക് എൻട്രൻസ് കിട്ടിയതാണോ വിജയ ശതമാനം കൂടുതൽ? 10 പേരിൽ നിന്ന് 4 പേർക്ക് കിട്ടുന്നതാണ്. നമ്മുടെ അടുത്ത് 120 പേരുണ്ട്. ആ 120 പേരിൽ ആവറേജ് കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ കൃത്യമായി സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്താലും അവിടെ വെച്ച് എൻട്രൻസ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഏത് സ്ഥാപനത്തിലും കിട്ടുന്നത് 6 മുതൽ 9% വിദ്യാർത്ഥികൾക്കാണ് എൻട്രൻസ് കിട്ടുന്നത്. പക്കാ നഗ്നമായ സത്യമാണ്. 6 മുതൽ 9 പേര്. 100 കുട്ടികളുള്ളതിൽ 6 പേർക്ക് അല്ലെങ്കിൽ 9 പേർക്കാണ് എൻട്രൻസ് കിട്ടുന്നുള്ളൂ. അത് എത്ര പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും, എത്ര തെക്കാണെങ്കിലും, എത്ര വടക്കാണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്ര റിസൾട്ട് ഉള്ളൂ, അത്രേ പറ്റുള്ളൂ. കാര്യം 1.25 ലക്ഷം കുട്ടികൾ പഠിക്കുന്നതിൽ പരീക്ഷ എഴുതുന്നതിൽ 3000 പേർക്ക് എൻട്രൻസ് കിട്ടുന്നുള്ളൂ. എന്നാൽ CM അക്കാഡമി എന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പെർഫോമൻസ് വെച്ച് നീറ്റിന് അവർ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെ നടക്കുന്ന നീറ്റ് മോഡൽ പരീക്ഷയിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് 25% കുട്ടികൾ നീറ്റ് കിട്ടാനുള്ള മിനിമം ക്രൈറ്റീരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു മാസത്തെ സമയമുണ്ട്. ആ 25, 30 ആവാം, 35 ആവാം. ആ കൊല്ലത്തിന്റെ അവസാനത്തിൽ, ഈ അക്കാഡമിക് ഇയറിന്റെ അവസാനത്തിൽ നീറ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ കേരളത്തിലെ നമ്പർ 1 റിസൾട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. ആ റിസൾട്ടിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക വൃന്ദമുണ്ട്. ആ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിൽ മായം ചേർക്കാതെ, അതിൽ കള്ളമില്ലാതെ ആ ക്വാളിറ്റി നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അത് ഓഫ്ലൈൻ ആയിട്ട് എത്തിക്കൽ പ്രായോഗികമായി പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഓൺലൈൻ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാം. ഏത് വിഷയങ്ങളിലും നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാം. ഞങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് അത് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ടാകും. 100% എനിക്കത് വാക്ക് പറയാൻ പറ്റും. ഞാൻ അങ്ങനെ പറയുന്നത് ക്ലാസ്സിൽ പോരായ്മ ഉണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ്. അങ്ങനെ മാറ്റേണ്ട സാഹചര്യം വരില്ല. ഞാൻ ഈ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്ന് വരെ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് സാർ ആ ക്ലാസ് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇങ്ങനെ സംസാരിച്ചു പോയാൽ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതല്ലല്ലോ പണി. നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വേറെ കുറെ പരിപാടികൾ ഉണ്ടല്ലോ, നമ്മൾ കണ്ടുവച്ചൊരു സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ഇതിനെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മുന്നിൽ വന്ന ഒരു അനുഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ, അറിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യത്തെ പുറങ്കാല് കൊണ്ട് നിങ്ങൾ തട്ടിമാറ്റരുത്. മുന്നിൽ കാണുന്ന ഒരു ഭക്ഷണത്തിന് രുചിയില്ലെന്ന് കഴിച്ചു നോക്കാതെ അഭിപ്രായം പറയരുത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതിന്റെ ഗുണം അനുഭവിക്കാനും കേരളത്തിലെ വളരെ ചുരുങ്ങിയ വിഭാഗം ആളുകൾക്ക് മാത്രമേ ഇതിൽ ബോധം വന്നിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതും സത്യമാണ്. കാര്യം അതിൽ എനിക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. കുറച്ചു പേർക്ക് ബോധം വന്നിട്ടുണ്ട്, നല്ലൊരു ശതമാനം ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഒരു മുഴം മുമ്പേ എറിയുന്നവന്, ഒരു മുഴം മുമ്പേ നടക്കുന്നവന് വ്യത്യസ്തമായ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും മറ്റേത് വിഷയങ്ങളാണെങ്കിലും അതെ. നിങ്ങൾക്കിതൊരു മുഴം മുമ്പേ എറിയാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എറിഞ്ഞേക്കണം. എല്ലാവരും ഈ ഒരു അവസരത്തെ മുതലാക്കി കുട്ടികളുടെ ഭാവിയെ മാത്രം മുന്നിൽ കണ്ട്
വേണ്ട രൂപത്തിൽ നല്ലോണം, ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പെരുകി വന്നിട്ടുണ്ടാകും, ഒരു ഫയറൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന്റെ ചൂടിലൊന്നും നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യണ്ട. നല്ലോണം ഇരുന്ന് ആലോചിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കണം. ആലോചിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനം നിങ്ങളുടെ കുട്ടിക്ക് ഗുണം കിട്ടും എന്ന് മാത്രം പറഞ്ഞ് എന്റെ സംസാരം ഞാൻ താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. ജോയിൻ ചെയ്യാനുള്ളവരാണ് നിങ്ങൾ എല്ലാവരും. പിന്നീടും ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കും. എന്തെങ്കിലും ഇനി പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചോദിക്കാം. നൗഫൽ സർ, അങ്ങനെയല്ലേ? ഓ, തീർച്ചയായിട്ടും. അപ്പോ വളരെ മികച്ച രൂപത്തിലാണ് ഒരു ഓരോ രക്ഷിതാക്കൾ ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ തന്നെ നല്ലത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ അയക്കുന്നുണ്ട് ചില രക്ഷിതാക്കൾ, അറിയുന്ന രക്ഷിതാക്കളെ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് ചെറിയ സമയത്തിനുള്ളിൽ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത സംശയങ്ങൾ ഉണ്ടായിരിക്കും, അത് നേരിട്ട് മൂസിൻ സാറോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കോഴ്സിന്റെ മറ്റു ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് മറ്റു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് സാറോട് സംവദിക്കാവുന്നതാണ്. ഓക്കെ, അതിനുള്ളൊരു സമയമാണ്. വളരെ പെട്ടെന്ന് തന്നെ ലാഗ് ഇല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ സാറിനും ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. മെസ്സേജ് വന്നത് എഞ്ചിനീയറിംഗ് ഈ കോഴ്സിൽ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും JEE എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ്, അത് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ സർ, എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ഏത് വിഷയമാണ് നല്ലോണം അറിയേണ്ടത്? ഏതിലാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവേണ്ടത്? മൂസിൻ സർ മ്യൂട്ട്. എഞ്ചിനീയറിംഗ് ആണോ ഉദ്ദേശിച്ചത്? എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ഏത് വിഷയത്തിലാണ് കൂടുതൽ താല്പര്യം വേണ്ടത്? കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണ് കീം. കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എന്നുള്ള കീം എക്സാം. നാഷണൽ ലെവലിൽ നടക്കുന്ന എഞ്ചിനീയറിംഗ് എക്സാം ആണ് JEE. ഈ രണ്ട് എക്സാമിനാണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 സബ്ജക്റ്റ് ആണ് കുട്ടി പഠിക്കേണ്ടത്. 3 സബ്ജക്ട്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഓക്കെ സാറേ, 4 വർഷം പഠിച്ചാൽ എക്സാം സമയമാകുമ്പോഴത്തേന് മറക്കൂലേ എന്നുള്ളതാണ് എനിക്ക് വന്നൊരു മെസ്സേജ്. അതിനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ നമ്മളിപ്പോ മറന്നിട്ടുണ്ടാവും. നമ്മളൊപ്പം പഠിച്ച കുട്ടികളെ ഇപ്പൊ മറന്നിട്ടുണ്ടാവും. കാരണം എന്താ? അവരെ 1ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിന് ശേഷം, പിന്നെ ആ UP സ്കൂളിന് ശേഷം നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല JEEയുടെ സിലബസ്. ഇതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. +1 +2 2 രൂപത്തിൽ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് പബ്ലിക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവന് പ്രിപ്പയർ ചെയ്യാം. 2 എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഈ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 4 കൊല്ലവും കണ്ടിന്യൂസ് ആയിട്ട് അവൻ എടുത്തു വെച്ച കാര്യങ്ങളുടെ ബാക്കിയാണ് +1ലും +2ലും അവന് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവുക. ഇപ്പൊ ഈ 9ാം ക്ലാസ്സിൽ ഒരു സിലബസ്, 10ാം ക്ലാസ്സിൽ വേറെ സിലബസ് അല്ല. 9ാം ക്ലാസ്സിന്റെ ബാക്കി, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ ഉള്ളത് കൂടി 10ൽ പഠിക്കണം, 10ലുള്ളത് കൂടി +1ൽ പഠിക്കണം. എന്നാ പിന്നെ എല്ലാം കൂടി ഞങ്ങൾ +1ൽ പഠിച്ചാൽ പോരെ എന്നൊരു ചോദ്യം ഉണ്ടാകും. അത് തന്നെയാണ് ഇപ്പൊ ബാക്കിയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് താങ്ങാൻ പറ്റാതെ ആകുമ്പോഴാണ് പിന്നീട് അതൊരു വർഷത്തേക്ക് നീണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പൊ അത് പിന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ്. മറക്കുന്ന വിഷയമൊന്നും അതിലുണ്ടാവില്ല. CM അക്കാഡമി മലപ്പുറം, പ്രോപ്പർ മലപ്പുറത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ സൈഡിൽ തന്നെയാണ് CM അക്കാഡമി. CM അക്കാഡമിയുമായിട്ടുള്ള ചർച്ച നിങ്ങൾക്ക് വേറെ ചോദിക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ എന്റെ നമ്പർ കിട്ടും. ഇപ്പൊ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം.
പിന്നെ പാരന്റ്സ് ചോദിച്ചിട്ടുണ്ട് 10th ട്യൂഷൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യണം, ബാക്കി സാർ പറയും. 10ാം ക്ലാസ്സിൽ നമ്മൾ ട്യൂഷൻ ആവശ്യമായി വരുമോ എന്നുള്ളത് നമ്മുടെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയാം. ഏതായാലും 10ാം ക്ലാസ് നമ്മൾ ഇതിനു മുമ്പ് NTSC എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ടായിരുന്നു. ശരിക്കും NTSC ഇപ്പോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അതില് ട്യൂഷൻ ഒന്നുമില്ലാതെ 10ാം ക്ലാസ് മുഴുവൻ A+ എന്നതിനപ്പുറത്തേക്ക് മുഴുവൻ മാർക്ക് എന്നതാണല്ലോ നമ്മൾ പ്രധാനമായിട്ട്. അതിലെ തന്നെ ഏറ്റവും പരമപ്രധാനപ്പെട്ട 4 സബ്ജക്റ്റുകളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു പക്ഷേ നമുക്ക് മാർക്ക് കുറയാൻ സാധ്യതയുള്ള വിഷയങ്ങൾ. അപ്പോ ഉറപ്പിച്ച് പറയാൻ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും, ഇതൊരു ട്യൂഷൻ, നേരത്തെ സാർ പറഞ്ഞ പോലെ ട്യൂഷനേക്കാൾ ഒരു പടി മുൻപിലായിരിക്കും നമുക്ക് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. പിന്നെ കോഴ്സ് ഡ്യൂറേഷനും മറ്റു കാര്യങ്ങളും ഞാൻ പറയാം, ഫീസ് അത്തരം കാര്യങ്ങളൊക്കെ പറയാം. എന്റെ ത്രൂ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി സാറോട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സിലബസ് എങ്ങനെയാണ്? സിലബസ് NCERT ഓർ SCERT ആണോ? അതെ, 9ാം ക്ലാസ്സിന്റെ സിലബസ്, അതായത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പിന്നെ കോച്ചിങ്ങിന് നമുക്കൊരു കൃത്യമായ മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവരുടെ 9ാം ക്ലാസ്സിലെ സിലബസിൽ ബോർഡ് എക്സാമിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മുഴുവൻ ആറ്റിക്കുറുക്കി അതിനെ ഒരു എൻട്രൻസ് പോയിന്റിലേക്ക് മാറ്റി അതിന് പുറമേ എന്തെങ്കിലും അവർക്ക് എൻട്രൻസിന് ആവശ്യമുണ്ടെങ്കിൽ, അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ടോട്ടൽ പഠിപ്പിക്കുന്നതിൽ ഒരു 80% അവരുടെ ഇൻ ടെക്സ്റ്റ് കാര്യങ്ങളെ എൻട്രൻസ് പോയിന്റിലേക്ക് മാറ്റിയതായിരിക്കും. ഒരു 20% അതിനോടനുബന്ധിച്ച് അവർ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഈ 9ാം ക്ലാസ്സിൽ അവരുടെ സിലബസിൽ നിന്ന് ഉണ്ടാക്കിയ മെറ്റീരിയലാണ്. അപ്പൊ അവരുടെ സിലബസ് നമ്മുടെ മെറ്റീരിയലിന്റെ താഴെ നിൽക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് പഠിക്കാനുള്ള കാര്യം നമ്മുടെ സിലബസിന്റെ താഴെ നിൽക്കും. അപ്പൊ നമ്മൾ കൃത്യമായ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് ആ മെറ്റീരിയലിനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങൾ കോഴ്സ് ചോദിക്കുന്നത് നമ്മൾ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ സമയം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നതാണ്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ലെവൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ലെവൽ 2 നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ മൊഡ്യൂളിലെ ലെവൽ 1നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോ 9ാം ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു 1 ഇയർ ഏകദേശം ഒരു 9-10 മാസത്തോളം നമ്മൾ ഈ ഒരു കോഴ്സ് ഉണ്ടായിരിക്കും. അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ഇതേ ടീച്ചേഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ നിങ്ങൾക്ക് എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നത് വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഈ ഒരു 9 month അല്ലെങ്കിൽ ഒരു 10 മാസത്തെ ഈ ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എക്സാം നടത്തുന്നത് എന്താണ്? ഉണ്ടായിരിക്കും. വീക്കിലി നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളെയും നമ്മളിപ്പോ സാധാരണ രീതിയിൽ നമ്മളിപ്പോ പഠിച്ച രീതി ഉണ്ടല്ലോ NMMS-നൊക്കെ, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിരിക്കും, തീവ്രമായിരിക്കും നമ്മളുടെ പ്രിപ്പറേഷനും പഠനവും ഒക്കെ തന്നെ. ക്ലാസ്സുകളും ആ രൂപത്തിലായിരിക്കും, കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. കാരണം ഇതൊരു വലിയ ഒരു അതിബൃഹത്തായ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് സാധാരണ ഗതിയിൽ പ്രിപ്പറേഷൻ ഉള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ വീക്കിലി പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി നോട്ട്സ്, സ്റ്റഡി കാർഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ് ഉണ്ടായിരിക്കും, മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഈ വക എല്ലാ തരത്തിലുള്ള സർവീസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സർ പറഞ്ഞോളൂ. ആരോ ഒരാള് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല സാർ, ഇപ്പൊ 8ാം ക്ലാസ്സിലുള്ള കുട്ടികളാണോ അതോ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിൽ നടക്കുന്ന കുട്ടികൾക്കാണോ ഇപ്പൊ കോച്ചിങ് തുടങ്ങുന്നത്? അതായത് ഇപ്പോ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുണ്ടല്ലോ, അതെ. അപ്പൊ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ശരിക്കും ഈ ഒരു കോഴ്സിന്റെ ഒരു ലെവൽ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഞാൻ നേരത്തെ ഫസ്റ്റ് സൂചിപ്പിച്ചല്ലോ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, പ്രശ്നമില്ല. സാർ ഒരു മിനിറ്റ്, അതായത് ഒരു
എന്താണ് MIT, IIT, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു. റെലവെന്റ് ആയിട്ടൊന്ന് ആൻസർ പറയാൻ എനിക്ക് തോന്നി. ഇപ്പോ ഒരു മലപ്പുറം കോളേജിൽ നിന്ന് അവൻ BA പഠിക്കുന്നതും JNU ക്യാമ്പസ് അവൻ BA പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പഠിക്കുന്നത് ഒരേ കോഴ്സാണ്, പക്ഷെ ആ ക്യാമ്പസിന്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ ആ ക്യാമ്പസിന്റെ ഒരു പ്രൊഫഷണലിസം, ആ ക്യാമ്പസ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളെക്കാൾ സ്റ്റാൻഡേർഡായി ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് NIT. ഇന്ത്യയിൽ 29 NIT കോളേജുകളാണ് നിലവിലുള്ളത്. 30 ആവാൻ പോകുന്നു. അത്രയും NIT കോളേജുകളാണ് ഉള്ളത്. അതിനേക്കാൾ ഒരു പടി മുകളിലാണ് IIT. ആ കോളേജുകളിലേക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളുണ്ട്. ചെയ്യുന്നത് മത്സരിച്ച് പരീക്ഷ എഴുതുന്നത് IIT-യിലേക്കാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും IIT-യിൽ പഠിക്കാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പസിന്റെ ഒരു നിലവാരത്തിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ പഠിക്കാൻ പോകുന്ന കോഴ്സുകൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ നിലവാരത്തിലുള്ള വ്യത്യാസം കണ്ടിട്ടാണ് എല്ലാവരും IIT-യിലേക്ക് ചേർക്കുന്നത്. അതിനനുസരിച്ചുള്ള സ്കോപ്പ് അവരുടെ ഭാവിയിൽ, അവരുടെ ജീവിതത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ടും അവർക്ക് കിട്ടും. പിന്നെ ഞാന് ക്ലാസിന്റെ ഇടയിൽ ഇറങ്ങിയതാണ്. 11:30 ക്ലാസ്സിൽ തിരിച്ചു കയറാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു സഹായം, കോഴ്സുമായി ബന്ധപ്പെട്ട ഡ്യൂറേഷൻ എപ്പോഴാണ് എന്ന കാര്യങ്ങളെല്ലാം നൗഫൽ സാറ് നിങ്ങളോട് കൃത്യമായിട്ട് പറയും. നൗഫൽ സാർ ഒരു കാര്യം ചെയ്യാം, എന്റെ നമ്പർ അവർക്ക് കൈമാറിക്കോളൂ. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് ഇനിയിപ്പോ പേഴ്സണലി ഇപ്പൊ ഇങ്ങനെ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പേഴ്സണലി അവർക്ക് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോ അവരുടെ പിന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ നൗഫൽ സാറുമായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. കോഴ്സിന്റെ സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ഈ കോളേജിനെ കുറിച്ച് എന്താ സാറിന്റെ അഭിപ്രായം, ഏത് കോഴ്സാണ് നല്ലത്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഞാനുമായി കോൺടാക്ട് ചെയ്യാം. വൈകിട്ട് 7 മണിക്ക് ശേഷം വിളിച്ചാൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ ഒന്ന് ക്ലാസ്സിലേക്ക് മടങ്ങാൻ അനുവദിക്കൽ വലിയ കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ സമയം നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം സാർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് സാറിന്റെ കൂടെ തന്നെയാണ് കുട്ടികളെ ഇനിയിപ്പോ സഞ്ചരിക്കാനുള്ളത്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രക്ഷിതാക്കളുമായിട്ടും കുട്ടികളുമായിട്ടൊക്കെ നല്ല രൂപത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും തന്നെ ഇല്ല. അതിന് ഉദാഹരണമാണ് എനിക്ക് വന്ന മെസ്സേജസ് ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ തന്നെ നമ്മുടെ ഈ ഓറിയന്റേഷൻ ക്ലാസ് സർ ഹെൽപ്പ് ചെയ്തു. എനിവേ എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി കൂടെ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ഓക്കെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, നിങ്ങള് നിങ്ങള് ഓരോരുത്തരും ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. നീറ്റ് JEE കോഴ്സ് ഒരുമിച്ചാണ് കൊടുക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ലെവൽ 1ലും ലെവൽ 2ലും ഒരുമിച്ചാണ് നിങ്ങൾ ക്ലാസ്സസ് ഉണ്ടാവുക. കാരണം ഇതിന്റെ ഒരു കാരണം, നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഇതൊക്കെ ഒരുമിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ ടേൺ ചെയ്യുന്നത് നമ്മുടെ ഒരു അപ്പൊ തീർച്ചയായിട്ടും നീറ്റും JEEയും നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ. പിന്നെ രണ്ടാമത് നമ്മുടെ ഡ്യൂറേഷൻ, കോഴ്സ് ഡ്യൂറേഷൻ നിങ്ങൾ ചോദിച്ചു. അതായത് ഈ വർഷം മുഴുവൻ, അതായത് നമ്മൾ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് 10 മാസത്തെ കോഴ്സാണ്. 10 മാസത്തെ കോഴ്സാണ്. മെയ് 1 മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. മെയ് 1-ാം തീയതി മുതൽ നമ്മൾ ഏകദേശം ഒരു 10 മാസത്തെ കോഴ്സാണ് നമുക്ക് നോക്കുന്നത്. പിന്നെ കുറെ ആളുകൾ ചോദിച്ചു ഓഫ്ലൈനിലാണോ ഓൺലൈനിലാണോ? തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ ഓൺലൈനിലാവുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിപ്പോ ഓൺലൈനിലോ എന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലാണെങ്കിൽ പോലും ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ എടുക്കുന്ന രൂപത്തിലാണ്. ഇപ്പൊ നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഒരു സാധനം വരുമ്പോൾ അതിനെ നമ്മൾ രുചിച്ചു നോക്കുന്നത് വഴിയാണ് നമുക്കത് പിന്നീട് ഉപകരിക്കുമോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചില ബ്ലോഗുകളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളെ യൂട്യൂബിനകത്തൊക്കെ നമ്മൾ നിരന്തരം കാണുന്ന ചില ബ്ലോഗുകൾ അല്ലെങ്കിൽ ചില പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാ തൊട്ടടുത്ത അല്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ അത്ര കണ്ട് അത് ഇഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതാണ് നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം. വേറെ ഏതെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങൾക്ക് ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി
നിങ്ങൾക്കുണ്ട്. തുടർന്നുള്ള അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുന്ന രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഒരുക്കുക. ഏകദേശം 65ഓളം സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സിൽ, ഫൗണ്ടേഷൻ കോഴ്സിൽ. ഡ്യൂറേഷൻ സമയം പലരും ചോദിച്ചു. വൈകിട്ട് ഏകദേശം നമ്മൾ സൂം ആപ്പ് ത്രൂ ആണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക. ലൈവ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. കാരണം അധ്യാപകരോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റൊക്കെ. പക്ഷെ അപ്പൊ പലരും ചില കുട്ടികൾക്കൊക്കെയുള്ള കൺസേണുകൾ ഉണ്ടാവും. സർ ലൈവ് ആവുമ്പോൾ ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ആക്കിയിട്ട് നമ്മുടെ എൻസ്കൂൾ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ഈ ഒരു കോഴ്സിൽ ഉടനീളം നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്ലാസ്സുകൾ ലൈവിനെ നമ്മൾ ഹൈലൈറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് റെക്കോർഡ് ആയിട്ട് ആപ്പിലൂടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുന്ന സ്റ്റഡി കാർഡുകൾ സാധാരണഗതിയിൽ നമുക്ക് ആപ്പിലൂടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ നോട്ട്സിനെ നിങ്ങളുടെ സ്കൂൾ പഠനത്തിനും അതോടൊപ്പം നമ്മുടെ ഈ ഒരു എൻട്രൻസ് പഠനത്തിനും തത്തുല്യമായി ഉപകരിക്കുന്ന രൂപത്തിലേക്കാണ് പിന്നെ അതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിനെ സംബന്ധിയായിട്ടുള്ള പിന്നെ സ്റ്റഡി കാർഡുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ, എൻട്രൻസിന് സർ സൂചിപ്പിച്ച പോലെ തന്നെ തെറ്റുണ്ടാവും, പൊട്ടത്തെറ്റുണ്ടാവും, അതുപോലെ തന്നെ ശരിയുണ്ടാവും, വളരെ ശരിയുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓപ്ഷണലായിട്ട് എൻട്രൻസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണോ നമുക്ക് ചോദ്യങ്ങൾ വരിക, അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു മൊഡ്യൂളിനെ നമ്മൾ എൻട്രൻസിന് ഇത് ഇങ്ങനെയാണോ ചോദിക്കുന്നത് എന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു എൻട്രൻസ് മൊഡ്യൂളിലേക്ക് ഉള്ള പ്രാക്ടീസ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇത് കൂടാതെ നമുക്ക് അഡീഷണലി നിങ്ങൾ പറയാണ് നമുക്ക് സർ പിന്നെ ഈ ഒരു ക്ലാസ് ഒന്നും കൂടെ ഈ ഒരു വിഷയത്തെ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ഒരു വലിയ രൂപത്തിലേക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾക്കൊന്ന് ക്ലാസ് ആയിട്ട് തരുമോ, അങ്ങനെ നിങ്ങളുടെ ഓരോ സജഷൻസും പിന്നെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് നൽകുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, കോഴ്സിന്റെ ഫീ ആണല്ലോ നമുക്ക് ഒരു വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു സംഭവം. അതായത് നമ്മുടെ എൻസ്കൂളിന്റെ പൊതുവെ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കേരളത്തില് ഏറ്റവും കൂടുതൽ NMMSനെയും NTSC ഒക്കെ വിജയിപ്പിച്ചെടുക്കുന്ന സ്ഥാപനമാണ് എൻസ്കൂൾ എന്നുള്ളത്. വർഷങ്ങളായിട്ട് നമുക്കും ഏകദേശം 13 വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പലരും, അതായത് നമ്മുടെ സുഹൃത്തുക്കളായ അധ്യാപകരായ പലരും തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കേസാണ്, നിങ്ങൾക്ക് എന്താ ഫീസ് കൂട്ടിക്കൂടെ എന്ന് ചോദിക്കും. അതായത് 48,000 രൂപ സ്കോളർഷിപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ 4.5 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു കോഴ്സിന് നിങ്ങൾക്ക് ഫീസ് കുറച്ച് കൂട്ടിക്കൂടെ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള രക്ഷിതാക്കളും അതുപോലെ തന്നെ സാധാരണ കുടുംബത്തിൽ നിന്ന കുട്ടികളാണ് നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ നമുക്ക് വരുന്നത്. കുറെ വലിയ പണക്കാരായിട്ടുള്ള ആളുകളൊന്നും തന്നെ നമ്മളെ സംബന്ധിച്ച് ഇല്ലാന്നല്ല, ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു മീഡിയം റേഞ്ചിലുള്ള കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് കുറെ പൈസ സ്ക്യൂസ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല, ഫീസ് കുറെ എടുക്കുക എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000, 15,000, 20,000 ഒക്കെ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ അതൊക്കെ വർക്ക്ഫുൾ ആണെന്ന് നേരത്തെ സോറി സൂചിപ്പിച്ചല്ലോ, അതൊക്കെ മുടക്കാൻ തയ്യാറായിട്ടുള്ള നമുക്ക് ജനറേഷനൊക്കെ വന്നപ്പോഴൊക്കെ അവർ ഫീസ് ഒന്നും കൺസേൺ അല്ല. പക്ഷെ നമ്മളുടെ കുട്ടികളും അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായിട്ടും ഫീസ് വലിയൊരു ഘടകം തന്നെയാണ്. നമുക്കറിയാം, ഓരോ രക്ഷിതാവോ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അന്നന്ന് ജോലി ചെയ്ത് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അതേ ഡേറ്റിനായിട്ട് നമ്മള് ഫീസിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് പിന്നെ 3,500 GST, 18% GST ഓൾറെഡി നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് 3,500 GST എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് 4,130 രൂപയാണ് ഇതിന്റെ ഫീസ്. ചെറിയ നമ്മുടെ അധ്യാപകർക്കും മറ്റും നമുക്കുള്ള മുഴുവൻ ചെലവിനെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. കാരണം നീറ്റ് JEE ഫൗണ്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ കോംപ്ലിമെന്ററി കൂടെ ആയിട്ടാണ്, നമുക്ക് കുറെ ലാഭം എടുക്കാൻ വേണ്ടിയിട്ടല്ല. സോ അതാണ് 4,130 രൂപ എന്നുള്ളത് കൃത്യമായി. നമുക്ക് വേണമെങ്കിൽ 4,500. പക്ഷെ അങ്ങനെയല്ല, ഇതിന് കൃത്യമായിട്ട് 4,130 രൂപ GST ഉൾപ്പെടെ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞത് അതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് 4,130 രൂപയാണ് ആകെ ഫീസ് വരിക. 3,500 പ്ലസ് 18% GST എന്നതാണ്. ഓക്കെ, അതാണ് കോഴ്സിന്റെ ഫീസ്. 10 മാസത്തെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. 10 മാസത്തെ ഡ്യൂറേഷൻ ആണ് നമുക്ക് ഉണ്ടാവുക.
ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുട്ടികൾക്ക് ഒരു മെന്റർ എന്നുള്ളതല്ല, അതായത് കുറച്ച് കുട്ടികൾക്ക് ഒരു മെന്റർ എന്ന രൂപത്തിലാണ് നമ്മൾ ഇപ്പോ അതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യാം, നിങ്ങള് പിന്നെ വളരെ ധൈര്യപൂർവ്വം ഇപ്പോ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫീസ് വരുന്നത് 4130 ടോട്ടൽ വരെ GST ഉൾപ്പെടെ 3500 പ്ലസ് GST. ഇത് പുറമേയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5000 രൂപ അവർക്ക് ഫീസ് വരുന്നുണ്ട്. അതായത് ജനറൽ അഡ്മിഷൻ വശത്ത് നടക്കുന്നുണ്ട്. സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണിത്. അപ്പൊ അവർക്ക് 5000 രൂപ അവർക്കും 5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു കോംപ്ലിമെന്റ് വേണ്ടേ എന്ന രൂപത്തിലാണ്. ശരിക്കും പിന്നെ ഫീസ് ഒന്നിച്ച് അടക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തില് ഫീസ് ഒന്നിച്ച് അടക്കുക എന്നുള്ള ഒരു പിന്നെ രീതിയാണ് നമ്മൾ കാണുന്നത്. കാരണം മറ്റേതെന്ത് വെച്ചാല് മെന്റേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ അധ്യാപകർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ഫീസ് ഒരുമിച്ച് അടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഫസ്റ്റ് ടൈം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫീസ് ചോദിച്ചോ നമുക്കും അതൊരു അരോചകമാണ്. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലാതെ പിന്നെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം മെയ് 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു ടൈം എന്തായാലും അതിനകത്ത് ഉണ്ടാവും. അപ്പോ അത് ഫസ്റ്റ് ഗഡു എന്ന രൂപത്തിലാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. എനിവേ എന്തായാലും കോഴ്സിന്റെ പിന്നെ വളരെ നിയറസ്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്. അന്ന് ഞങ്ങൾ അഡ്മിഷൻ കൂട്ടാൻ വേണ്ടി പറയല്ല. ഓൾറെഡി അഡ്മിഷന്റെ ബ്ലോക്കുകൾ നമുക്ക് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനെ വിവിധ ഘട്ടങ്ങളായിട്ട് ലെവൽ 1, 2, 3 ഒക്കെ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരും ലെവൽ ഫസ്റ്റിൽ ഉൾപ്പെടണം. അതായത് ലെവൽ ഫസ്റ്റ് A ബാച്ചിൽ നിങ്ങൾ ഉൾപ്പെടണം എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ബാച്ചിൽ നിങ്ങൾ എല്ലാവരും വരണം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ബാച്ച് കൂടുതൽ കുട്ടികൾ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാച്ച് അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ബാച്ചിന്റെ കൂടെ നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാത്തിലും മുന്നോട്ട് ഫസ്റ്റ് തന്നെ ആവാൻ പറ്റും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും പിന്നെ കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ആലോചിച്ചോളും, ചിന്തിച്ചോളും, എല്ലാം അതായത് ഞങ്ങൾ പറഞ്ഞ വാക്കുകളുടെ പേരിൽ മാത്രം ആവരുത്. നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഒരു തീരുമാനം നിങ്ങളുടെ മെന്റേഴ്സിന്, നിങ്ങളെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മെന്റേഴ്സ് ഉണ്ടല്ലോ, അവരിത് അറിയിക്കുകയും അഡ്മിഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യ ബാച്ചിൽ തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവർ മ്യൂട്ട് ആക്കിയാൽ നിങ്ങളുടെ സൗണ്ട് ക്ലിയർ ആകുമായിരുന്നു. ഓക്കെ, അത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഞാനും പറഞ്ഞു ഞാനും അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും രക്ഷിതാക്കൾക്കോ കുട്ടികൾക്കോ ചോദിക്കാനുണ്ടോ? സാറ് ഈ വർഷത്തെ സംതിങ് പിന്നെ ഫീസ് പറഞ്ഞല്ലോ, നെക്സ്റ്റ് ഇയറിലും അങ്ങനെ തന്നെയാണ് വരുന്നത്? ഫീസ് കൂടി വരുന്നുണ്ടോ? അതെ, ഇത് ഈ 10 മാസത്തെ ഫീസാണ്. ഈ പറഞ്ഞ ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു 10 മാസത്തിനുള്ള ഫീസാണ് കേട്ടോ. സാറ് അതല്ല ചോദിച്ചത്, നെക്സ്റ്റ് ഇയറിലും ഇതേ ഫീസ് തന്നെ ആയിരിക്കും എന്നാ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ അങ്ങോട്ട് വരുള്ളൂ, ചെറിയ എമൗണ്ട് മാത്രം. അല്ലാതെ നിങ്ങളെ ഭാരിച്ച രൂപത്തില് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ഒരു സംഗതി ഇല്ല. എന്തായാലും അതില് ഒരു വലിയ വ്യത്യാസം എന്തായാലും ഉണ്ടാവില്ല. ചെറുതായിട്ട് ലെവൽ 2 ആവുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചോദിക്കാൻ കാരണം വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇതിലുള്ള ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളിതൊരു ലോങ് ടൈം പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് വർക്ക്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുന്ന രൂപത്തിലേക്ക് ഉള്ള ഒരു സ്ട്രക്ചറിങ് തന്നെയാണ് നമ്മൾ നടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. സെഷൻസ് റെക്കോർഡഡ് ക്ലാസ് ആണെന്ന്. ലൈവ് ക്ലാസ്സുകളാണ്. അതിനെ നമ്മൾ റെക്കോർഡഡ് ആയിട്ട് ആപ്പിലൂടെ കൊടുക്കുകയും ചെയ്യും. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് കാണണമെങ്കിൽ ഏതെങ്കിലും കുട്ടി ആബ്സെന്റ് ആവുകയോ വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ. ഉണ്ടാവും, അത് മറ്റുള്ളവർ സംസാരിക്കുന്നതുകൊണ്ട് ക്ലിയർ ഇല്ലെന്നാണ്. മ്യൂട്ട് ചെയ്യോ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ള ഭാഗമാണ്, അതുകൊണ്ട് കടലിൽ പോകാതെ ചെയ്യാൻ പറ്റും. ഹലോ, ലൈവ് സെഷൻസ് പിന്നെ സാറ് പറഞ്ഞു ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവുന്നല്ലോ. ഈ ലൈവ് സെഷൻസ് റെക്കോർഡഡ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലൈവ് സെഷൻസ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് ആണ് ഉണ്ടാവുക?
അത് ക്ലിയർ ചെയ്തരാം. അതായത് നമ്മൾ റെക്കോർഡഡ് ആയിട്ട് വേറെ ക്ലാസ് ഇല്ല. അതായത് ഈ ലൈവ് സെഷൻസിനെ റെക്കോർഡ് ചെയ്തതാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മളിപ്പോ നമ്മുടെ മൊഡ്യൂൾസിനെ കവർ ചെയ്യുന്നത് ലൈവ് ആയിട്ടാണ്. കാരണം കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും നേരിട്ട് ലൈവ് സെഷനിലൂടെ ഇരിക്കണം എന്നുള്ളതാണ്. നമുക്കതല്ലാതെ നമ്മളൊരു വേറെ നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ അവർക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ആ സമയത്ത് തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാകുമ്പോ അതില് അതായത് 1.5 മണിക്കൂർ ഡ്യൂറേഷൻ ആണ് നമ്മൾ വെക്കുന്നത്. 1.5 മണിക്കൂറാണ് ഒരു ക്ലാസിന്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. അതില് ക്ലാസ് കഴിഞ്ഞാൽ കുറച്ച് സമയം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും സംശയ ദൂരീകരണ സമയമാണ്. കാരണം മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിൽ പോലും നമുക്ക് അതിൽ ഒരുപാട് പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണ ഒരു ആർട്സ് സബ്ജക്ട് പഠിപ്പിക്കുന്ന രൂപത്തിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്വാഭാവികഗതിയിൽ അവർക്ക് സംശയങ്ങൾ വരും. അപ്പൊ അതിനെ ക്ലിയർ ചെയ്യും. പിന്നെ ഒന്നാമത് ഈ ക്ലാസ്സുകൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാവുമ്പോ ആദ്യഘട്ടത്തിൽ പ്രഥമഘട്ടത്തിൽ ചിലപ്പോ സംശയങ്ങൾ കുട്ടികൾക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈവ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ റെക്കോർഡ് സെഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അവരൊക്കെ കേട്ട് മാത്രം പോകുന്നൊരു സ്ഥിതി ഉണ്ട്. അതും മാറി അവർക്ക് പിന്നെ ഓക്കെ ഷെബിൻ ഓക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ലൈവായിട്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവില്ല. അതായത് വീക്കില് 2 or 3 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. മിക്കവാറും 2 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഉണ്ടാവുക. ആ ആഴ്ചയിൽ തന്നെ അതിന്റെ സ്റ്റഡി നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ആ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മെന്ററുടെ ഒരു നിങ്ങൾക്കറിയാം മെന്റർഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ മെന്ററിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ മെന്ററുമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടെ സുതാര്യമായിട്ടുണ്ടാവും. ഇത് മാത്രമല്ല, നമ്മൾ ഓരോ മാസത്തിലും പാരന്റ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. പാരന്റ്സ് സ്റ്റുഡൻസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും നമുക്ക് കുട്ടികളുടെ ഗ്രാഫ് കുട്ടികൾ ഇപ്പോ ഈ മാസത്തിൽ കുട്ടിയുടെ ഗ്രാഫ് ഇതാണ്, കുട്ടിയുടെ പെർഫോമൻസ് മാർക്ക് ഇതാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. കുട്ടി അറ്റൻഡ് ചെയ്ത ക്ലാസ്സുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ കുട്ടി സ്റ്റഡി കാർഡ് നോക്കിയതും അതുപോലെ തന്നെ കുട്ടിയുടെ പ്രാക്ടീസ് ടെസ്റ്റിന്റെ സ്കോറും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യ ഫേസിൽ കുട്ടി അറ്റൻഡ് ചെയ്തതിനൊക്കെ നമുക്കൊരു പ്രോഗ്രസ് കാർഡായിട്ട് നിങ്ങൾക്ക് പിന്നെ നൽകാൻ സാധിക്കും കേട്ടോ. എനിവേ ഞാൻ അവസാനിപ്പിച്ചാലോ? കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അല്ല നമ്മള് മെയ് ഫസ്റ്റിലാണ് ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മിക്കവാറും വൈകിട്ട് ഉള്ള സമയങ്ങളിലായിരിക്കും ക്ലാസ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ടായിരിക്കും. കാരണം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ എൻട്രൻസിനെ നിങ്ങളുടെ ലെവൽ 1 ഉം 2 സിലബസ് അതിലൂടെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്കൂൾ സമയം കഴിഞ്ഞിട്ടല്ലേ രാത്രിയാവോ? അതെ, സ്കൂൾ സമയം കഴിഞ്ഞിട്ട് തന്നെയാണ്. നമ്മളും സ്കൂളുമായി കോറിലേറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ ചെയ്യാന്. അതിന് ബേർഡൻ ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് കുട്ടിക്ക് ഒരു തരത്തിലും തടസ്സം ഉണ്ടാവില്ല. കാരണം ആ ലൈവ് സെഷൻ ആണെങ്കിൽ പോലും കുട്ടിക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാനുണ്ടാവും. ആ വർക്കിനെ നമ്മൾ പിന്നെ ഒരു പ്രശ്നമാക്കുന്ന രൂപത്തിൽ ഈ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ദിവസത്തിൽ എല്ലാ ദിവസവും ഇല്ലല്ലോ കേട്ടോ. മോർണിംഗിൽ ക്ലാസ് ആക്കി കൂടെ. അത് എന്താന്ന് വെച്ചാല് മോർണിംഗ് ആവുമ്പോ ഈ നമ്മളുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റീസ് ഫ്രീ ആയി നിൽക്കുന്ന ഫാക്കൽറ്റീസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അവർക്ക് ഏത് സമയത്തും ക്ലാസ് അവൈലബിൾ ആവും. നമ്മളുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ നമ്മളോട് സംബന്ധിച്ച സാറ് ഡോക്ടറാണ്. അപ്പോ അവർക്ക് ഒരു പക്ഷേ എൻട്രൻസിന് ക്ലാസ് എടുക്കാനുണ്ടാവും. ചിലർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കുറെ ഈ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സമയം കൂടെ നമ്മൾ കൺസേൺ ചെയ്യാം. അപ്പൊ രാവിലെ ഒരു പക്ഷേ ചിലപ്പോ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ടാവും. അപ്പോ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് അവരുടെ അവൈലബിലിറ്റി, നല്ല ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി കൂടെ കണ്ടിട്ടാണ് നമ്മൾ ആ സമയം ചൂസ് ചെയ്തത്. ഇനി അതല്ല നിങ്ങൾക്ക് രാവിലത്തെ ഒരു സമയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ സെഷൻസും പറയരുത്, ചില സെഷൻസ് ഒക്കെ നമുക്ക് രാവിലെയും വെക്കാം. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതേ സംഭവം തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആപ്പിലൂടെ പോയിട്ട് കാണാവുന്നതുമാണ്. ഓക്കെ, നമുക്ക് പറയൂ. മനസ്സിലാവുന്ന ഒരു ടൈമാണല്ലോ.
രാവിലെ എന്നുള്ളത് അല്ലെ, ശരിയാണ്. രാവിലെ എന്നുള്ളത് വളരെ നല്ലൊരു സമയം തന്നെയാണ്. പിന്നെ ഈ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ പൊതുവെ പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ ചില ലൈവ് ക്ലാസ്സുകളിൽ തന്നെ MMS ആണെങ്കിലും NTSC ലൈവ് ക്ലാസ് ഒരു വൈകുന്നേരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പാരന്റിന്റെ സമയം കൂടെ നമ്മൾ കൺസേൺ ചെയ്യാം കേട്ടോ പറഞ്ഞത്. വേറെ ട്യൂഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് കുറെ രക്ഷിതാക്കള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷന് ചേരണ്ട അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ചേരരുത് എന്നൊന്നും ഇവിടുന്ന് പറയില്ല. കാരണം നമ്മൾ എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് തോന്നും എനിക്ക് ട്യൂഷന്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്. നിങ്ങള് നമ്മുടെ മുൻപത്തെ NTSCയുടെ +1 12ാം ക്ലാസ് ഒക്കെ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി. അതായത് എന്താണ് പിന്നെ സ്കൂളിന്റെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, നിങ്ങൾ ട്യൂഷനും അതുപോലെ തന്നെ ഇത് വേറെ അഡീഷൻ വേണ്ട ആവശ്യം എന്നുള്ളത് ശരിക്കും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ ചിലപ്പോൾ നമ്മൾ അതൊരു അധിക പ്രസംഗം പറയുന്ന പോലെ ആവും. അങ്ങനെയല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ട്യൂഷൻ ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് കേട്ടോ. ഞാനേ അവസാനിപ്പിച്ചാലോ, കാരണം നമുക്ക് ഇപ്പോ എന്തായാലും കുറെ സമയം 10:30 മുതൽ 12 മണി വരെ ഇരുന്നു. കുറെ രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഓരോ സംശയങ്ങളും നമ്മൾ അഡ്രസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം പറഞ്ഞോളൂ. എന്താണ് ലൈസൻസ് ഉണ്ടാവില്ല? എന്ത് അവിടെ പറയാനെന്ന് തോന്നുന്നു. എനിവേ എന്തായാലും സന്തോഷം. ഏതായാലും ഈ ഒരു സമയം വരെ എത്രയും രക്ഷിതാക്കള് ഇവിടെ ഉണ്ടല്ലോ, രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും നിങ്ങളുടെ മെന്ററുമായിട്ട് ഇന്ന് തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് ഇങ്ങനെ ഓൺഗോയിങ് ആണ്. എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഉപകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എനിവേ നമ്മുടെ കുട്ടിയുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു കളർഫുൾ ആയിട്ട് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കുക. എനിവേ താങ്ക് യു സോ മച്ച്. എനിവേ നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം. ബൈ ബൈ.